ഇന്നത്തെ MS ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേഡിൽ ടെക്സ്റ്റ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. MS ഓഫീസ് വേഡ് എടുക്കാനായിട്ട് ഒന്നുകിൽ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേഡ് ഓപ്പൺ ചെയ്യാം. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് വേഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാം. സ്റ്റാർട്ടിൽ പോയിട്ട് വേഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ MS ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. നമ്മുടെ സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത സ്ക്രീൻ നമുക്ക് കാണുമ്പോൾ ഇവിടെ ഹോം ടൂൾ ബാർ നമുക്ക് കാണാൻ പറ്റും. ഹോം ടൂൾ ബാർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ടൂൾ ബാർ ആണ്. ഇവിടെ നോക്കുമ്പോൾ ഹോം ഉണ്ടാവും, ഇൻസേർട്ട് ഉണ്ടാവും, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ് ഇങ്ങനെയുള്ള മെനൂസ് കാണാം. അതിൽ നമ്മൾ ഹോം എടുക്കുക. ഹോമിൽ നമുക്ക് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് കാണാനായിട്ട് പറ്റും. ആ ഫോണ്ടിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഫോണ്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഫോണ്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏരിയൽ നാരോ, ടൈംസ് ന്യൂ റോമൻ ഇങ്ങനെ കുറേ ഫോണ്ട്സ് നമുക്ക് കാണാം. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് നമ്മൾ ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ ഭംഗിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഏരിയലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഏരിയൽ ബോൾഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ ഫോണ്ട് എടുത്തിട്ടുണ്ട്. ടൈംസ് ന്യൂ റോമൻ എടുത്തിട്ടു. ഇനി ഫോൺ സൈസ് ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ 9 ആണ് കിടക്കുന്നത്. നമുക്ക് ഫോൺ സൈസ് ഡീഫോൾട്ടായിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് 12 ആണ്. 12 സെറ്റ് ചെയ്യാം. ഹെഡിങ്ങിനൊക്കെ നമുക്ക് 14, 16 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം 14 16 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹെഡിങ് നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ബോൾഡായിട്ട് ഇപ്പോൾ ഒരു വേഡ് നമുക്ക് ബോൾഡായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ആ വേഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ബിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ വേഡ് ബോൾഡായിട്ട് മാറും. ഇനി നമുക്കൊരു വേഡ് ഇറ്റാലിക് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ വേഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഐയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കൊരു വേഡ് അണ്ടർലൈൻ ഇടണമെങ്കിലോ സെലക്ട് ചെയ്തതിന് ശേഷം യുവിൽ ക്ലിക്ക് ചെയ്യാം. അണ്ടർലൈൻ ആണെങ്കിൽ നമുക്ക് അവിടെ താഴേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അണ്ടർലൈൻ്റെ സ്റ്റൈൽ നമുക്ക് ഇടാം. ഡബിൾ ലൈൻ ഇടാം, ഡാഷ് ലൈൻ ഇടാം, ഡോട്ടഡ് ലൈനൊക്കെ നമുക്ക് ഇടാം. നമുക്ക് അണ്ടർലൈൻ കളർ വേണമെങ്കിൽ നമുക്ക് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അണ്ടർലൈൻ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അണ്ടർലൈനിൽ യുവിൽ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ നമുക്ക് ഓഫായിട്ട് കിട്ടും. ഇനി നമുക്കൊരു വേഡ് ടൈപ്പ് ചെയ്തിരുന്ന ഒരു വേഡിൻ്റെ സെൻട്രലിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോകണം എന്ന് വിചാരിച്ചാൽ വേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്ട്രൈക്ക് ത്രൂ കൊടുക്കുക. ABC എന്ന് പറഞ്ഞ ഐക്കൺ ഒരു വെട്ടൊക്കെ ഇട്ടിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓഫ് ആക്കാനായിട്ട് അവിടെ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ABC എന്നൊക്കെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ ഇപ്പോൾ സബ്സ്ക്രിപ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. H2O എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണം. നമ്മൾ H2O എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമുക്ക് വേണ്ടത് ആ 2 താഴേക്ക് ബേസ് ആയിട്ട് വരണമെങ്കിൽ H ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്സ്ക്രിപ്റ്റ് അതായത് X2ൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്സ്ക്രിപ്റ്റ് ഓഫ് ആക്കിയതിന് ശേഷം O ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് A+B ഹോൾ സ്ക്വയർ അടിക്കണം എന്ന് വിചാരിക്കാം. A ടൈപ്പ് ചെയ്തു, B ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ കഴ്സർ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 2 ടൈപ്പ് ചെയ്യാം. ഓഫ് ആക്കാം. നോർമൽ വരാനായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റിനെ നമുക്ക് ഓഫാക്കി വെക്കാം. നമുക്കിപ്പോൾ ഒരു ടൈപ്പ് ചെയ്ത ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ വേർഡ് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഈ AB എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ടെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓഫ് ആക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ട് നോ കളർ കൊടുക്കുക. ഇനി നമുക്ക് ഫോൺ കളറൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഈ A എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ കളർ ഏതാ കളർ എന്ന് വെച്ചാൽ അത് എടുത്തിടാം. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ്. ക്യാപ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അപ്പർ കേസ് കൊടുത്താൽ മതി. നമ്മൾ ആ വേർഡ് നമ്മളിപ്പോൾ ഒരു ഏതാണോ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് വേർഡിലാണോ നിൽക്കുന്നത് ആ വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. മൊത്തം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. ഇനി നമുക്കത് ലോവർ കേസിലാണ് വേണ്ടതെങ്കിൽ സ്മോൾ ലെറ്ററിലാണ് വേണ്ടതെങ്കിൽ ഓവർ കേസ് കൊടുക്കുക. സെൻറ്റൻസ് കേസാണ് വേണ്ടതെങ്കിൽ സെൻറ്റൻസ് കേസ് കൊടുക്കുക. അപ്പോൾ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലായിട്ട് വന്നോളും. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ടോഗിൾ കേസ് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വേർഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളൊരു വേർഡ് അതിൻ്റെ ഫോൺ സൈസ് കൂട്ടണമെങ്കിൽ ഗ്രോ ഫോൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ കാണാം ഫോൺ സൈസ് കൂടി വരുന്നു. ഇനി സ്ട്രിംഗ് ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ സൈസ് കുറഞ്ഞു വരും. നമ്മൾ ചെയ്തിട്ടുള്ള ഫോർമാറ്റിംഗ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോർമാറ്റൊക്കെ ക്ലിയർ ചെയ്ത് പഴയ പോലെ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഷോർട്ട് കട്ട് കീസ് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോൾഡ് ആക്കാനായിട്ട് ബിയിൽ ക്ലിക്ക് ചെയ്യണമെന്ന്. ബിയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Ctrl+B യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റാലിക് വേണമെങ്കിൽ Ctrl+I കൊടുക്കാം. അണ്ടർലൈൻ വേണമെങ്കിൽ Ctrl+U കൊടുക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ Ctrl+= കൊടുക്കാം. സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് വേണ്ടതെങ്കിലോ Ctrl+Shift++ കൊടുക്കാം. ഫോണ്ടാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ Ctrl+Shift+F പ്രസ് ചെയ്താലും മതി. ഫോൺ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ Ctrl+Shift+P കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.